ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഡേ നമ്മൾ വന്നിട്ടുള്ളത് വാട്ടർ വില്ലയിലാണ്. അപ്പം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയത് പൂരി ഉണ്ട്. ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, കേരള ബ്രേക്ക്ഫാസ്റ്റിന് കൂടി വേണ്ടി നമുക്ക് പറയാം. കാരണം പൂരി ഉണ്ട്, ജ്യൂസ് പിന്നെ അവരെന്തായാലും തരുന്നുണ്ട് ദിവസവും. പിന്നെ ചായ കോഫി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറിയാന്ന് കടലക്കറിയാന്ന് തോന്നുന്നു. ഓക്കെ, കടലയാന്ന്. കടല ഒരു മസാല കറി സ്റ്റൈലിൽ വെച്ചതാണ്. ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. കോഫി ടീ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമുക്ക് കിട്ടിയത് ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല എക്സ്ട്രാ ഓർഡിനറി ഒന്നും പറയില്ല, ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ടീയും കോഫിയും വരട്ടല്ലേ. അപ്പോൾ നമ്മൾ കോഫി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചായ വന്നിട്ടുണ്ട്. മാലൂർ ചായ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ടൊക്കെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു, ഇന്നലത്തേക്കാളും. ഇന്നലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അത് അത്ര സെറ്റാവുന്നത്. കാരണം അതിൽ ചില സാധനം മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടും. ഈ നൂഡിൽസ് പോലത്തെ ഈ സോസേജ് നമുക്ക് തീരെ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഐക്കോം ടൂസാണ് നമ്മൾ വാട്ടർ വില്ലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവരൊരു പാക്കേജാണത്, ഇവിടെ ഉള്ളതാണ്. അപ്പം നമ്മളെ ഹോട്ടലുകാർ ഓൾറെഡി ഇവരോടെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറയെ വാട്ടർ വില്ലിൻ്റെ ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ ഓൾറെഡി ഒന്ന് ചൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ ബോട്ട് വരണം. ബോട്ട് വന്നാൽ ഇവരെന്നെ നമ്മൾ അവിടത്തേക്ക് എത്തിക്കും. അപ്പം ബോട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ ഇനി ബോട്ടിൽ കയറാൻ പോകുന്നത്. ഇനി ഇവർ നമ്മളെ വാട്ടർ വില്ലിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം നമ്മൾ വാട്ടർ വില്ലിൽ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടെന്ന്. ഇതുപോലെ തന്നെ ഐക്കോം ടൂംസിന്റെ ഒരാൾ നമ്മളെ കൂടെ വരുന്നുണ്ട്. നമ്മളെ ബോട്ട് വന്ന് അവർ ബോട്ടിലുള്ള ആളാണ്, അവരുടെ ഗൈഡാണ് ഐക്കോം ടൂസിന്റെ. അവരിവിടെ വന്ന് നമുക്ക് വേണ്ട ചെക്ക് ഇൻ പ്രൊസീജിയർ അവർ ചെയ്തു തരും. അങ്ങനെ നമ്മൾ റിസപ്ഷനിലെത്തി. ഇനി ഇവിടെ വെയിറ്റിംഗ് ആണ്, കാരണം ആ ഗൈഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. നമ്മളെപ്പോലെ തന്നെ വൺ ഡേ വിസിറ്റ് എടുത്ത് വന്ന ആൾക്കാരുണ്ട് കുറെ. അങ്ങനെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വെൽക്കം ഡ്രിങ്കിന് തീരെ മധുരമില്ല. മേ ബി ഷുഗർ ഇടാതെ അവരാക്കിയതായിരിക്കും. അപ്പം നമ്മൾ വാട്ടർ വില്ലയിലെത്തി. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഈ പേപ്പറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ലഞ്ച് ടൈമും സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കൊടുക്കേണ്ട ടൈം. പിന്നെ നമ്മളെ കയ്യിലൊരു ബാൻഡ് കെട്ടി തന്നിട്ടുണ്ട്. ഇത് ഓൺലി ഫോർ വിസിറ്റേഴ്സ് എന്നുള്ള ബാൻഡാണ്. അപ്പം നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മോർണിംഗ് 9 to 5 o'clock വരെയാണ്. അപ്പൊ 5 o'clock വരെ ഈ ബാൻഡ് ഞങ്ങളെ കയ്യിൽ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ബോട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ബാൻഡ് അവിടെ നിന്നാണ് അവർ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആ ഹോട്ടലിന്റെ കംപ്ലീറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഐലൻഡിന്റെ വാട്ടറിന്റെ കംപ്ലീറ്റ് വ്യൂ ആണിത്. ഇവിടെയുള്ള കംപ്ലീറ്റ് ഏരിയാസ്, ആക്ടിവിറ്റീസ്, എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ നമുക്കിനി പോകണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇവിടെയുള്ള ബീച്ച് വ്യൂയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഇവിടെയുള്ള വിഷ്വൽസ് എന്തായാലും നമുക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോഴാണ് ലക്ഷറി സ്റ്റേ എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ലക്ഷറി സ്റ്റേ നമ്മള് വീഡിയോയിലൊക്കെ കാണുന്ന. അപ്പൊ ഇതാണ് നമ്മളെ റൂംസിന്റെ. അപ്പൊ ഇങ്ങോട്ടേക്കാണ് റൂംസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ റൂംസിലേക്ക്. ഇവിടെ ഇതാണ് മോക്ടെയിൽ ബാർ, അതായത് അൺലിമിറ്റഡ് ഫുഡ് മീൻസ് ഡ്രിങ്ക്സ് ഇവിടെ നിന്നാണ് നമുക്ക് കഴിക്കാം. അപ്പൊ 9 o'clock ശേഷം അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അത് ഹോട്ട് ബീവറേജും അല്ലാത്തതും ജ്യൂസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. നമ്മളിതെന്തത് ഇത് ഷോപ്പാന്ന് തോന്നുന്നു. അതിന്റെ സൈഡിൽ തന്നെ ഇതുണ്ട്, ചേഞ്ചിങ് റൂമും വാഷ്റൂംസും ഒക്കെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നേരെ റൂമിലേക്ക് റൂം നോക്കാം. മാൽഡീവ്സിന്റെ സെറ്റപ്പ്. അപ്പൊ നമ്മളെ ഈഗർലി വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടാണ്. അപ്പൊ എല്ലാവരും മാൽഡീവ്സ് വന്നാൽ വാട്ടർ വില്ല എന്തായാലും വിസിറ്റ് ചെയ്യണം. ബിക്കോസ് വാട്ടർ വില്ല മാൽഡീവ്സിൽ മാത്രമല്ലേ ഉള്ളൂ. ഇത് പുറത്താന്നോ അല്ലയോ എന്നല്ല നമ്മൾ പറഞ്ഞുതരാം. പക്ഷെ നമ്മളെന്തായാലും വന്നു, കാരണം നമുക്ക് ആ വാട്ടർ വില്ല കാണണം. അപ്പൊ നമ്മൾ ഇങ്ങോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നമ്മളെ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ വാട്ടർ വില്ലയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക.
ആ അപ്പം ഈ റിസോർട്ട് നമ്മളുള്ള റിസോർട്ടാണ് റണാലി റിസോർട്ട്. അപ്പൊ അതിൽ തന്നെ ഈ കാണുന്നതൊക്കെയാണ് ബീച്ച് വില്ലാസ്, അങ്ങോട്ട് കാണുന്നതാണ് വാട്ടർ വില്ലാസ്. അപ്പൊ രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാണിച്ചു തരാം. നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. രണ്ടും ഇതിലുണ്ട്, പക്ഷെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും പുറത്ത് ജാക്കറ്റ്സ് ഇട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ഷനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ട് വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണെന്ന്. ബിക്കോസ് ആ വെള്ളത്തിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോ വേണമെങ്കിലും മാറും, വേവ്സ് ഹൈ ആവും എന്ന് പറഞ്ഞോണ്ട്. യെസ്, അപ്പൊ നമ്മള് വാട്ടർ വില്ലയിൽ എത്തി ഗൈസ്. മാളു ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു വാട്ടർ വില്ല കാണാൻ. മറ്റേതൊക്കെ മോൾഡീവ്സിലെ ബാക്കി ലോക്കൽ ഐലൻഡ്സ് കണ്ടിട്ട് ഇത് കാണുമ്പോ ഒരു പ്രത്യേക രസല്ലേ. ആ ബ്ലൂ വാട്ടർ, നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ കംപ്ലീറ്റ് ബ്ലൂ വാട്ടർ. കൊള്ളാല്ലേ മാളു? അടിപൊളിയാണ്. നമ്മളെന്തായാലും വില്ലേന്റെ അടുത്തേക്ക് പോയി കാണിച്ചിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പല വീഡിയോകളിൽ മാത്രം കണ്ട ആ ഒരു വാട്ടർ വില്ലിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ വില്ല് അതുപോലെ ഈ കടലുമാണ്. അത്രയും നല്ല ക്ലിയർ വാട്ടറാണ് കാണുമ്പം. ഈ വാട്ടർ വില്ലയും താഴത്തേക്ക് നോക്കിയാലുള്ള കാഴ്ച, അതുപോലെ വാട്ടർ വില്ലയും നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി കുളിക്കാൻ കഴിയും. അധികം വലിയ ആഴമൊന്നുമില്ല, ഡെപ്ത് വളരെ കുറവാണ്. ഗൈസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ അല്ല, റിയോ നല്ല ലുക്കിലുണ്ടല്ലോ ഇന്ന്. പിന്നെ വാട്ടർ വില്ലയിലൊക്കെ വരുമ്പോ നമ്മളെ ലുക്കിൽ വേണ്ടേ വരെ. അപ്പൊ ഇതൊക്കെ ഈ കാണുന്നതൊക്കെയാണ് വില്ലാസ്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ആ മാൽഡീവ്സിന്റെ ലക്ഷറി സ്റ്റേ ഫീൽ ആവുന്നത്. ഇത്ര ദിവസം 3 ദിവസം നമ്മള് ലോക്കൽ ഐലൻഡ്സിലേനു. ഇന്നാണ് നമ്മള് മാൽഡീവ്സിന്റെ ലക്ഷറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ വില്ലയിൽ വന്നത്. ഇവിടെ എത്തുമ്പോ ഒരു പ്രത്യേക ഒരു അല്ലറിയുമോ എന്താ പറയാ, അതെ ഇവിടെ എത്തുമ്പോന്ന് ശരിക്കും നമ്മള് പല വീഡിയോസിലൊക്കെ കാണുന്ന മാൽഡീവ്സ് എന്ന് പറഞ്ഞത്. ഇന്ന് 2-3 ദിവസം നിന്നപ്പോ പറയുമ്പോ ഇതാണോ മാൽഡീവ്സ്. പക്ഷെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസ് കുറച്ച് കുറവാണ് കമ്പയർ ടു നമ്മള് മാഫൂഷി ഐലൻഡ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത്. ഇവിടെ ജസ്റ്റ് ജെറ്റ് സ്കൈയും കയാക്കിംഗ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പൊ ഈ വില്ലയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് അവിടെ സ്റ്റേസ് ഡയറക്ട്ലി വെള്ളത്തിലേക്ക് ആക്സസ് ഉണ്ട്. അവിടെ നിന്ന് അവർക്ക് വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം മേടിച്ചാൽ ജസ്റ്റ് സ്വിം ചെയ്യാം. ലൈഫ് ജാക്കറ്റ് അവിടെ തന്നെ അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയ വെള്ളമാണ്. അതുകൊണ്ട് ഡയറക്റ്റ് അവർക്ക് നേരെ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് വിസിറ്റിന് വന്നോണ്ട് ഞങ്ങൾക്ക് അവരെ റൂമിന്റെ അടുക്ക വരെ പോകാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ പ്രൈവസി തൊട്ടടുത്ത് പോകാൻ പറ്റില്ല. ബിക്കോസ് അവരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് എല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടും ഇതൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അതുവരെ പോവാം. ബാക്കി എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ചേഞ്ചിങ് റൂമിൽ ഒരെണ്ണം. പിന്നെ ഇവിടെ കാണുന്നുണ്ട് ഫ്രീ മസാജ് എക്സ്പീരിയൻസ് 5 minutes നെക്ക് ആൻഡ് ഷോൾഡർ. നോക്കുന്ന വേണമെങ്കിൽ നോക്കാം. അതായത് ട്രഡീഷണൽ ചൈനീസ് തെറാപ്പി സെന്റർ ആണിത്. മസാജ് സെന്റർ ആണ് ഇവിടെ ഉള്ളത്. നല്ല റേറ്റ് ആണ് എല്ലാത്തിനും. ഡോളേഴ്സിലാണ് പൈസ മൊത്തം. പിന്നെ ഇത് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീന്റെ പ്ലേസ് ആണ്. ഇവിടെ തോന്നുന്നു നമ്മുടെ മാഫൂച്ചിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ജെറ്റ് സ്കൈ ഉണ്ട്, കുറച്ച് ഐറ്റംസേ കാണുന്നുള്ളൂ. ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സമയത്താണ്. ഫൺ ട്യൂബ് ഉണ്ട്, ജെറ്റ് സ്കൈ ഉണ്ട്. ഇതാടിയില്ല അല്ലെ? അവിടെ ഇല്ലാത്ത ചിലത് മീൻസ് മേ ബി ചിലപ്പോ അവിടെ ഉണ്ടാവും, നമ്മൾ കാണാനായിട്ട്. അവിടെ ഇല്ലാതിരിക്കാൻ സാധ്യത, കാരണം എല്ലാ സാധനങ്ങളും ഒരുവിധം അവിടെ ഉണ്ട്. ഇത് ഫുൾ ഇവിടത്തേക്ക് മാത്രം. പക്ഷെ പാരാസെയിലിംഗ് ഇവിടെ ഇല്ല. പാരാസെയിലിംഗ് ഇവിടെ ഒരു ഫോട്ടോയിലും കാണുന്നില്ല. അപ്പൊ അതിവിടെ ഇല്ല. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് എല്ലാ ഇതും ഉണ്ട് കേട്ടോ. ഡോക്ടേഴ്സ് റൂം ഉണ്ട്, പിന്നെ അതുപോലെ മീറ്റിംഗ് റൂം, അങ്ങനത്തെ പ്രയർ റൂം, ഇതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് അടുത്തേക്ക് പോകുന്നതാണ്. റെസ്റ്റോറൻറ്റ് ഡ്രിങ്ക്സിന്റെ ടൈം ഓപ്പൺ ആയി. വാങ്ങി കഴിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ബാറിലെത്തിയിട്ടുണ്ട്, മോക്ടെയിൽ ബാറിൽ. സ്പ്രൈറ്റ് നിനക്കെന്നാ? 1 Sprite and 1 Fanta. Yeah, with ice അല്ലേ? അപ്പൊ നമ്മള് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നതാണ്. അതിലാണ് ബാറ്. അടിപൊളി കേട്ടാ. മീൻസ് ഇതൊക്കെ ഈവനിങ് ആയിരിക്കും ഓപ്പൺ ആവുക. മ്യൂസിക്, DJ മിക്സ് ഒക്കെയാണ്. ഒക്കെ ഉണ്ട്.
നൈസ്. പിന്നെ കോഫി ടീ മെഷീൻസ് ഉണ്ട്. അപ്പൊ റീമോ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഫാൻറ്റി ഒരു സ്പ്രൈറ്റ് ആണ്. ടേസ്റ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നോക്കട്ടെ. മോൾഡീവ്സിലെ ഫാൻറ്റി എങ്ങനെയുണ്ട്? സെയിം ടേസ്റ്റ്, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷെ ഇവര് കുപ്പിയില്ല തന്നിന്, പൊടിയില്ലാന്നേ ഉള്ളൂ. ശരിക്കും നമ്മള് ബോട്ടിലില്ലേ അതിലാ തന്നത്. ഇതാണ് എടുത്ത വ്യൂ. അവിടെ നല്ല വെയിലായത് കാരണം അല്ലേ നമുക്ക് ബീച്ച് ഫേസ് ചെയ്തിട്ട് ഡ്രിങ്ക്സ് കഴിക്കായിരുന്നു. മാളു സ്പ്രൈറ്റ് എങ്ങനെയുണ്ട് നോക്കിട്ട് പറ. നോർമൽ സ്പ്രൈറ്റ് ടേസ്റ്റ്. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. വാട്ടർ വില്ല വിസിറ്റ് ചെയ്യുന്നവർക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ അടിപൊളിയാ അല്ലേ? കാരണം എല്ലാ ടൈപ്പ് ഡ്രിങ്ക്സും അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. 5 മണി വരെ മാത്രം. 5 മണി വരെ. അതിന് വിസ്കിയോ എന്തൊക്കെയോ മീൻസ് എല്ലാ നല്ല വിലയുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാണ്ടല്ലേ മാളു? ഞാൻ അവിടെ പോയി ഷോപ്സിന്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ റീമോ ഇടുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു. റീമോ എന്നാ കുറച്ച് വീഡിയോ സെറ്റ് ആക്കാന്ന് വിചാരിച്ച്. ഓഹോ, നമുക്ക് കൊറേ സമയം ഇടുന്ന സമയം പോകുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മള് വന്നിട്ട് കുറെ സമയം, പക്ഷെ ഇപ്പൊ ഒരു 1 hour ആയിട്ടേ ഉള്ളൂ ടൈം നോക്കുമ്പോ. ഓക്കെ നടക്കട്ടെ. ഇപ്പൊ മാളു അടുത്ത ഡ്രിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ മാളത്? മാംഗോ, ഇത് ഓറഞ്ച്. ഓ രണ്ടാ. ഞാൻ വെച്ച് ഒരേ സാധനം വാങ്ങിയിട്ട് വന്നിന്. രണ്ടും വേറെ വേറെ. ഒന്ന് മാംഗോ ഒന്ന് ഓറഞ്ച്. നമ്മൾ അടുത്ത ഡ്രിങ്കിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കുള്ള സ്നാക്സ് റെഡിയാണ്. അപ്പോൾ മാള് സ്നാക്സ് ഐറ്റംസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്നാക്സ് ആയിട്ടുള്ളത്. പിന്നെ കോഫി ഉണ്ട്, ടീ ഉണ്ട്, ഇവിടെ ഇത് ജ്യൂസും ഉണ്ട്, സോസ്, ഫിഷ് ഫിംഗർ, പിന്നെ സാൻഡ്വിച്ച്, കേക്ക്, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ സ്നാക്സിന്റെ കൂടെ അതായത് ജ്യൂസും അങ്ങനെയൊന്നും അല്ലാതെ സ്പ്രൈറ്റ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ചായയോ കോഫിയോ നോക്കി എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ആക്കി എടുക്കണം. ഇവിടെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. പാലുണ്ട്, അതുപോലെ കോഫി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. കടുപ്പം കൂട്ടിയിട്ട് കുറച്ചിട്ട്, അതുപോലെ ആവശ്യമുള്ള രീതിയിൽ മധുരം ഇട്ടിട്ട്. അപ്പം സാധനങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ മിക്സ് ചെയ്യാം. അപ്പം നമ്മളൊരു കോമ്പിനേഷൻ ഒരു മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനടുത്തുള്ള തൊട്ടടുത്തുള്ള ടേബിളിൽ തന്നെയാണ് ഇരുന്നത്. അതാകുമ്പം പെട്ടെന്ന് അവിടെ നിന്ന് ആവശ്യമുള്ളവരും പോയിട്ട് എടുക്കാലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത സാധനങ്ങൾ. അപ്പൊ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പൊ ആദ്യം തന്നെ റീമോ സാൻഡ്വിച്ച് ട്രൈ ചെയ്യുന്നതാണ്. നല്ല സാൻഡ്വിച്ച്, ടൊമാറ്റോ ചീസ്, അടിപൊളി. പിന്നെ ഫിഷ് ഫിംഗർ അല്ലേ? ഫിഷാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫിഷ് കിട്ടിയത്. നമ്മള് ഹോട്ടലിൽ ഫുള്ള് ചിക്കൻ ആയിരുന്നു. ഒരു ദിവസം ഫിഷ് കിട്ടി. നമ്മള് ഫിഷിങ്ങിന് പോയപ്പോ കിട്ടിയ അത് ഗ്രില്ല് ചെയ്ത് തന്നു. വേറെ ഫിഷ് ഐറ്റംസ് ഒന്നും കിട്ടി. ഇപ്പൊ അത് ഫിഷ് കിട്ടിയത്. ഇത് കേക്കാണ്, ബനാന കേക്ക്. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് വേണ്ട എവിടെ നിന്ന് എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫിഷ് ഫിംഗർ ഒന്ന് ട്രൈ ചെയ്തോ. നോർമൽ ചിക്കന്റെ പോലെ തന്നെയാ, സെയിം ടേസ്റ്റ്. ഓ ഇതിനായിരുന്നു ഈ പുള്ളി നമ്മൾ എയറോബിക്സിന് വേണ്ടി വിളിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഗായ് നേരത്തെ നമ്മളെ വന്ന് വിളിച്ചിരുന്നു, ഇതുപോലെ മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ വന്നില്ല. നമുക്ക് വെള്ളത്തിൽ ഇപ്പൊ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വന്നില്ല. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതായിരുന്നു, പക്ഷെ ഫുൾ നനഞ്ഞ മണ്ണാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നത്. നല്ലൊരു ഫ്രെയിം ആയിരുന്നു ഇത്. സുംബ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. വാട്ടർ സ്പോർട്സിന്റെ കാര്യങ്ങള് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ബോർഡിൽ ഇട്ടിട്ടുണ്ട്. റീമോ,
ഓക്കെ വിസിറ്റ് ലോക്കൽ വില്ലേജ്. ഓ വിസിറ്റ് ലോക്കൽ വില്ലേജ്, അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ലോക്കൽ വില്ലേജിലൊക്കെ മാഫൂഷി മാഫൂഷി അതുപോലത്തെ ലോക്കൽ വില്ലേജൊക്കെ ഇവര് കൊണ്ടുവരും. അതാ ഓരോ സിറ്റി ഇവര് കാണിക്കുന്നുണ്ട്. അതായത് ഇതാ നമ്മൾ നിന്നത് മാഫൂഷി, അതിൽ പോകാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ $88. അതുപോലെ മാലി സിറ്റി $99. ഇതാ ഫിഷിംഗ്, നമ്മൾ ചെയ്ത ഫിഷിംഗ്. അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പുറത്തു പോയിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ, അതുപോലെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ട ചാർജ് ചെയ്ത്. അപ്പൊ നമ്മൾ നിന്ന് തന്നെ ഏകദേശം ബെറ്റർ. നമ്മൾ അവിടുന്ന് അതേ റേറ്റിന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ബാക്കിയുടെ ചൈനീസ് തെറാപ്പി നേരത്തെ കണ്ട തന്നെ തെറാപ്പി സെന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ റെസ്റ്റോറന്റ്. ഇത് സ്പാ മെയിൻ റെസ്റ്റോറന്റ് ഇതാണ്. പക്ഷെ ഇത് ആഫ്റ്റർനൂൺ മാത്രമേ ഓപ്പൺ ആവൂന്ന് അവിടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ഡൈനിങ് ഓപ്ഷൻസ്. ഓ അതുപോലെ മാളം എന്തൊക്കെയുള്ള ഇതാണ് സ്പെഷ്യൽ ഡൈനിങ് ഓപ്ഷൻസ്. സ്റ്റീക്ക് ഡിന്നർ ഉണ്ട്, എക്സ്ക്ലൂസീവ് റൊമാൻറ്റിക് ഡിന്നർ ഉണ്ട്, വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ട്, ലോബ്സ്റ്റർ ഡിന്നർ ഇൻ ഓവർ വാട്ടർ ബംഗ്ലാവ്, പിന്നെ എക്സ്ക്ലൂസീവ് റൊമാൻറ്റിക് ഡിന്നറും. അപ്പൊ ഇത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനത്തെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഓപ്ഷൻസ് ആണ്. സീ ഫുഡ് ബാർബിക്യൂ ഡിന്നർ എല്ലാ പരിപാടി ഉണ്ട് കേട്ടാ. അത് കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ലഞ്ച് ഇത് ഇവിടെ തന്നെ ഇരിക്കും നമുക്ക് ലഞ്ച്. ഇവിടെ ആയിരിക്കും ലഞ്ച്. ഇതാന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ റെസ്റ്റോറന്റ്. കൊള്ളാം, നല്ല റെസ്റ്റോറന്റ്. അവിടെ ഒരു പക്ഷി വന്നിരിക്കുന്നത് കണ്ടോ? ഞാൻ കാണിച്ചു തരാം. അതവിടെ കൊച്ചാന്നൊന്നും പറയല്ല, ഇതിനെല്ലാം വേറെ എന്തെങ്കിലും പേരുണ്ടാവുന്നല്ല. ഓടണ്ട, അത് പോവും. നമ്മളെ നാട്ടിലെ കൊച്ചല്ലേ ഇത്? നാട്ടിലെ കൊച്ചാണോ അല്ലേ? ഈ ഏരിയ ഈ സൈഡ് മൊത്തം ബീച്ചാണ്, മീൻസ് റൂംസ് ഒന്നുമില്ല. കണ്ടോ, നിങ്ങൾ കാണുന്നില്ല അതിനെ? മഴ അറ്റാക്ക് ചെയ്യാം, അതിന്റെ അടുത്ത് പോണ്ട ആണ് സാധനം. ഇവിടെയൊക്കെ ബീച്ചിലേക്കുള്ള എൻട്രി നമ്മൾ കാണിച്ചു തരാം. നമുക്ക് ഇനി ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാം. ബീച്ചിലേക്ക് നമ്മൾ ഇന്നലെ പോയ പോലെ സാൻഡ് ബാങ്ക് ബീച്ച് പോലെ തന്നെ അല്ലേ? നല്ല അടിപൊളി ബീച്ചാണ്. ഓ ആ നല്ല ക്ലിയർ വാട്ടർ. ഇത് നമ്മൾ ഇന്നലെ പോയ പോലെ തന്നെ അല്ലേ? സെയിം. ഇതേ ഒരു സെറ്റപ്പിലായിരുന്നു നമ്മൾ ഇന്നലെ. പക്ഷെ ഇവിടെ കുറച്ച് ആഴം കൂടുതലാണ്. ഇവരിവിടെ കണ്ടോ, നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറം ഡാർക്ക് ബ്ലൂ കാണുന്നില്ലേ? അത് വളരെ ആഴം കൂടിയ ഏരിയാസ് ആണ് ഡാർക്ക് ബ്ലൂ ഉള്ളത്. മറ്റേതൊക്കെ നോർമൽ, അധികം ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. വാ, ഭയങ്കര വെയിലാണ് ഇവിടെ. നമ്മൾ അങ്ങോട്ട് പോന്നാണ്. ഇതൊന്നല്ല അറിയുമോ? വേറെ ഒരെണ്ണോ? നമ്മൾ നേരത്തെ ഒന്നിനെ കണ്ടത്. ഇതിന്റെ കഴുത്തൊന്നും നീളമില്ലാത്ത എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇത് നല്ല വലിയ അല്ലേ? ഓ റെസ്റ്റോറന്റ് വളരെ വലുതാ കേട്ടാ. നീ അങ്ങ് എൻ്റെ തുടങ്ങിയതാണ്. കംപ്ലീറ്റ് ലെങ്ത് ആയിട്ട് ഇത്രയും ദൂരെ വരെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് യുവർ ഓൺ റിസ്കിൽ ഇറങ്ങിയാൽ മതി ബീച്ചിൽ സ്വിമ്മിങ്ങിന്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ തൊട്ടപ്പുറം ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ അതാണ് ഈ നല്ല ആഴം കുറഞ്ഞ സ്ഥലം. പിന്നെ ഹെവി ആയിട്ട് നമ്മളെ സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ കാണാം തൊട്ടടുത്ത് വളരെ ആഴം കൂടിയ സ്ഥലങ്ങളായിരിക്കും. ഇത് പ്ലാന്റ്സ് ഇവരെ തന്നെ നട്ട് വളർത്തുന്ന പ്ലാന്റ്സ് ആണ്. എന്തോ ഇവരുടെ കൃഷിയാണെന്ന് തോന്നുന്നു. പ്ലാന്റ്സ് മേ ബി വല്ല വെജിറ്റബിൾസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ അടുത്ത് കുറച്ച് കോഷൻസ് ഒക്കെ ഇവിടെ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കടാ, അവിടെ സ്നോർക്കലിംഗ് എല്ലാം ചെയ്യുന്നത് കുറെ ആൾക്കാർ ഇവിടുന്ന് സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പാലത്തിലൊക്കെ ഒന്ന് എൻ്റർ ചെയ്യാൻ. പക്ഷെ ഇതിന്റെ അകത്ത് മീനെല്ലാം കാണുവാ? അറിയില്ല, എന്നാണെന്നുള്ള അറിയില്ല. കാണുമായിരിക്കുമെന്ന്. ശരിയായ സ്നോർക്കലിംഗ് പോയിന്റ് തന്നെയുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ ഇവര് ചുമ്മാ വാട്ടറിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടെ. അവർക്ക് നീന്തറിയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിവിടെ കണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ മോദിയുടെ ഒക്കെ ഒരു ഏതോ ഇന്റർവ്യൂ സ്പീച്ചോ എന്തോ ഒന്നിൽ പറഞ്ഞിട്ടില്ലാണ് മാൽഡീവ്സിനെ കുറിച്ച് എന്തോ ഒരു പരാമർശം നടത്തി. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ തിരിച്ച് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ പറഞ്ഞു. എന്ന് പറഞ്ഞു. അപ്പോ പലരും പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് ഇനി ആരും അങ്ങോട്ട് പോകാം, നമ്മളുടെ ലക്ഷദ്വീപിലേക്ക് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഫീൽ ആയ കാര്യം എന്ന് വെച്ചാൽ, ആക്ച്വലി മാൽഡീവ്സിന്റെ ശരിയായ മാർക്കറ്റ് മീൻസ് അവര് ശരിക്കും എയിം ചെയ്യുന്ന ഇന്ത്യൻസിനെ അല്ല, കംപ്ലീറ്റ് ഫോറിനേഴ്സ് ആണ് ഇവിടെ. നമ്മളിപ്പോ വാട്ടർവില്ലേക്ക് നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ വളരെ ഒരു എന്താ പറയുക 10 വിരല്, ഈ വിരലിലാണ് ആൾക്കാർ മാത്രമേ നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ ഇന്ത്യൻസ് ആണോ അല്ലയോ എന്നുള്ളത്. അത് ഒരു അത്രയും ആൾക്കാർ മാത്രമേ ഇന്ത്യൻസ് ഉള്ളൂ, ബാക്കി എല്ലാം ഉള്ളത് ഫോറിനേഴ്സ് ആണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തും ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഒക്കെ കൂടുതലും അവരാണ് ഒന്നും കൂടാതെ ഇവിടെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇവരുടെ ശരിയായ ബിസിനസ് എന്ന് പറഞ്ഞാൽ
ഫോറിനേഴ്സ് ആണ്. എനിക്കൊന്ന് ഇതേ ഒരു കാര്യം സന്തോഷ് ജോർജ് കുളങ്ങര ഈ വിഷയം വന്ന സമയത്ത് പുതിയൊരു വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നേരം എനിക്കൊന്ന് മനസ്സിലായി. നമ്മളെ റൂമിന്റെ ആൾക്കാരോട് ചോദിച്ചു, അവരും പറഞ്ഞത് അതേപോലെ തന്നെയാണ്. മെയിൻ ഇവിടുത്തെ എല്ലാം മീൻസ് ഇവരുടെ മെയിൻ ബിസിനസ് ഫോറിനേഴ്സിലാണ് എന്നുള്ള കാര്യം അവരൊരു വീഡിയോ പറഞ്ഞത് അല്ല, നമ്മൾ ഹോട്ടലിലെ ആൾക്കാരും പറഞ്ഞത് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. അങ്ങനെ ഇവിടെ പോയി കാണാം, അത്ര ഇതാ. അങ്ങനെ നമ്മൾ ഒരു ഫുൾ റൗണ്ട് കറങ്ങി നമ്മൾ നേരത്തെ എത്തിയ വാട്ടർ വില്ലേന്റെ അടുത്ത് തന്നെ എത്തി. അപ്പൊ നമ്മൾ ഈ ഐലൻഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് സർക്കിൾ അടിച്ച് കറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ കണ്ട കാഴ്ച വെച്ചാൽ വെള്ളം നല്ലോണം കയറി. ഈ വേലിയേറ്റം ആയതുകൊണ്ടായിരിക്കും നേരത്തെ ഒന്നും ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പം വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലഞ്ച് ടൈം ഏകദേശമായി. ഇപ്പോ ഒരു 12:30 കഴിഞ്ഞ് 12:45. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഏകദേശം റെസ്റ്റോറന്റ് അടുത്ത് എത്തി. ഇപ്പൊ ലഞ്ചിന് എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം. നമ്മളെ റെസ്റ്റോറന്റ് നമ്മൾ നേരത്തെ വന്ന റെസ്റ്റോറന്റ് ആണ്, അത് തന്നെയാണ് ഇത്. പിന്നെ അപ്പൊ എനിക്ക് കാണിച്ചു തരാം എന്തൊക്കെയുള്ള. തിരക്കൊന്നുമില്ല കേട്ടോ റെസ്റ്റോറന്റ്. മേ ബി ലഞ്ച് ടൈം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ മാളു? ഓക്കെ.